നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സെമി കേഡർ ശൈലിയിൽ നേരിടാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് മോഡലിൽ തന്നെയാണ് നേതാക്കൾക്ക് ഉത്തരവാദിത്വം നൽകി മണ്ഡലം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. കാരണം തകർന്നഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു കച്ചിത്തുരുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മാനം പിടിക്കണമെന്നാണ് പാർട്ടിക്കകത്തെ നിർദ്ദേശം. ഈ സെമി കേഡർ ശൈലി കൊണ്ട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിലും LDFന്റെ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷം 12,201 കുറയ്ക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷമായ 3,859 മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. ഈ പാലക്കാട് മോഡൽ നിലമ്പൂരിലും ആവർത്തിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതിനായുള്ള ഗൂഢതന്ത്രങ്ങൾ അണിയറയിൽ എപ്പോഴും റെഡിയാണ്. നിലമ്പൂരിൽ ഉടൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും നേരിടാൻ സജ്ജമെന്നാണ് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല പറഞ്ഞത്. സ്ഥാനാർത്ഥി ചർച്ചകൾ അഹമ്മദാബാദിൽ നടന്നിട്ടില്ലെന്നും ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ BJPയുടെ ക്രൈസ്തവ ലക്ഷ്യത്തെ വെല്ലാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് മെനയുന്നത്. തിരഞ്ഞെടുപ്പ് ബൂത്തുകളുടെ ചുമതല മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്ക് നൽകാനാണ് തീരുമാനം. ബ്ലോക്ക് ഭാരവാഹികൾ മുകളിലുള്ള ആളുകൾക്ക് ചുമതല നൽകും. ഈ ശൈലി തന്നെയാണ് നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരീക്ഷിച്ചത്. ഈ ശൈലി തന്നെ തുടരാനാണ് തീരുമാനവും. പഞ്ചായത്ത് തലങ്ങളിൽ കോൺഗ്രസ് യോഗം സംഘടിപ്പിക്കും. വരുന്ന 11, 13 തീയതികൾ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും സജീവമാണ്. ഇരുവർക്കും വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകം ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. ഇവരുടെ നേട്ടങ്ങളും അംഗീകാരങ്ങളും വീഡിയോകളാക്കി പ്രചരണം സജീവമാണ്. മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നേതാക്കൾ പരമാവധി ശ്രമിക്കുന്ന കാഴ്ചയും ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ കഴിയും. എന്തായാലും ജോയിയെ മാക്സിമം ജനങ്ങളുമായി ഇടപെടേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പാർട്ടി നയിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ പുറത്തു പോകാതെ സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പാർട്ടി ജോയിക്ക് നൽകിയിരിക്കുന്നത്. അതിനായുള്ള അണിയറ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.